Mars Hypermarket Barka, Oman. മാർസ് ഹൈപ്പർ മാർക്കറ്റ് ചാറ്റ് ആൻഡ് വിനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് മാർസ് ഹൈപ്പർ മാർക്കറ്റിലെ അൽക്വയർ ബ്രാഞ്ചിലാണ് നിൽക്കുന്നത്. അൽക്വയർ ബ്രാഞ്ചിലെ കിഡ്സ് സെക്ഷനിലാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, എൻ്റെ പുറകിൽ ഒത്തിരി ടെഡി ബിയേഴ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ കളിപ്പാട്ടങ്ങളും ഇതൊക്കെ കാണുമ്പോൾ ആ പഴയ കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു പോകാനൊരു ആഗ്രഹം തോന്നുകയാണ്. എന്തായാലും വളരെ വളരെ മനോഹരമായിട്ടാണ് ഈ ടെഡികളും കളിപ്പാട്ടങ്ങളും എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ ചാറ്റ് ആൻഡ് വിനിൽ വന്നിരിക്കുന്നത്. നമുക്ക് കുറച്ച് ഫാമിലികളെ പരിചയപ്പെടാം, അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. Mars Hypermarket Barka, Oman. പേരെന്താണ്? എൻ്റെ പേര് ഷിജു. ഷാനിയ. എത്ര വർഷമായി മസ്കറ്റിൽ? ഒരു വർഷം. ഒരു വർഷം തന്നെ. മോൻ്റെ പേരെന്താ? നിതിൽ. നിതിൽ, ഗുഡ് ബോയ്. പേരൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ. ഓക്കെ, മാർസിൽ തന്നെയാണ് എപ്പോഴും പർച്ചേസ് ചെയ്യാനൊക്കെ വരുന്നത്? അതെ. ഏത് സെക്ഷനാണ് മാർസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഞങ്ങൾ മൊത്തം ഇവിടുന്ന് തന്നെയാണ്. വെജിറ്റബിൾസ് ആണെങ്കിലും പിന്നെ സ്റ്റേഷനറി, ഇങ്ങനെ ഗ്രോസറി ഇവിടുന്ന് തന്നെ വാങ്ങുന്നത്. അപ്പം ഇങ്ങനെ ഓഫേഴ്സൊക്കെ എപ്പോഴാണ് എന്നൊക്കെ നോക്കിയിട്ട് മാർസിൽ വരാറുണ്ട്? ട്യൂസ്ഡേ, തണ്ടർ ട്യൂസ്ഡേ. ഫ്രഷ് വെജിറ്റബിൾസിൻ്റെ ഓഫർ ആ സമയമൊക്കെ നോക്കിയിട്ട് തന്നെയാണ് വരാറ്. ഓക്കെ, അപ്പം മാർസിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങൾക്കിവിടെ അടുത്താണ്, അതുകൊണ്ട് എളുപ്പമാണല്ലോ കൊണ്ടുപോകാനും വരാനും ഒക്കെ. മാർസിന് എത്ര ഔട്ട്ലെറ്റ് ഉണ്ട് മസ്കറ്റിൽ എന്നറിയോ? 7 ആണെന്ന് തോന്നുന്നു. 11 ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പം എപ്പോഴും അൽക്കറിൽ തന്നെയാണോ വരാറ്? എപ്പോഴും അൽക്കറില. അതെ. അപ്പോൾ ഇന്ന് ഞാനൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും മാർസിൽ പർച്ചേസ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരല്ലേ. അപ്പോൾ എന്തായാലും മാർസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തായാലും ആൻസർ പറയാൻ പറ്റുമായിരിക്കും. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: മാർസ് ഏത് ഇയറിലാണ് ആദ്യമായിട്ട് മസ്കറ്റിൽ ആരംഭിച്ചത്? ചാൻസേ ഇല്ല. അറിയില്ല. പേര് മാത്രമാണ് ഇപ്പോഴും പറയുന്നത്. ക്യൂട്ടല്ലേ? അപ്പം ആൻസർ അറിയില്ല. എപ്പിസോഡ് എന്തായാലും അടുത്ത ഫ്രൈഡേ കാണുക, ഞാൻ ആൻസർ പറയും. താങ്ക് യു സോ മച്ച്. Mars Hypermarket Barka, Oman. പേരെന്താണ്? ഷാജി. സ്വപ്ന. ഓക്കെ, ഇവിടെ മസ്കറ്റിൽ എവിടെ? ഞങ്ങൾ ഇവിടെ അൽക്വയറിൽ തന്നെ. നാട്ടിലെവിടെയാണ്? നാട്ടിൽ തൃശ്ശൂർ. തൃശ്ശൂർ തന്നെയാണ്. ഓക്കെ, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ മജീസ് ടെക്നിക്കൽ സർവീസ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. മാഡം വർക്ക് ചെയ്യുന്നുണ്ടോ? ഹോസ്പിറ്റൽ സ്റ്റാഫ് നഴ്സാണ്, കോള ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നഴ്സാണ്. ഓക്കെ, മാർസിൽ തന്നെയാണോ പർച്ചേസ് ചെയ്യാനൊക്കെ എപ്പോഴും വരുന്നത്? ഞങ്ങൾ അടുത്ത് തന്നെയാണ്, അപ്പോൾ മിക്കതും ഒരു ഇതൊക്കെ ഇവിടെ തന്നെയാണ് വരാറ് പർച്ചേസ് ചെയ്യാൻ. മാഡത്തിന് ഇവിടെ മാർസിൽ പർച്ചേസ് ചെയ്യുന്നത് തന്നെയാണ് ഇഷ്ടം? നമുക്ക് സൗകര്യം പോലെ ഒന്ന് ചെയ്യാം. പിന്നെ തിങ്സ് എല്ലാം നമ്മൾ എപ്പോഴും വരുന്നതുകൊണ്ട് നമുക്കറിയാം എവിടെയൊക്കെയാണെന്നുള്ളത്. ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ ഉണ്ടോ? എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് മാർസിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അങ്ങനെ മാർസിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമാണ്. ഞങ്ങൾ സാധാരണ നടക്കാൻ വരുന്നതൊക്കെ ഈ ഒരു ഏരിയയിലാണ്. ഞങ്ങളോട് ജസ്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യണമെന്ന് മാത്രം. തൃശ്ശൂർ എവിടെ സ്ഥലം? തൃശ്ശൂർ പ്രോപ്പർ സ്ഥലം വെങ്കടങ്ങാണ്. സംസാരം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടല്ലേ തൃശ്ശൂരാന്നുള്ളത്? തൃശ്ശൂർക്കാരെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് നമ്മുടെ സംസാരിക്കുന്നത്. ഇല്ല, നമ്മുടെ ഒരു ഐഡന്റിറ്റിയാണ്, അത് ഒരിക്കലും വിടാറില്ല. നല്ല കാര്യം. ഓക്കെ, അപ്പം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മാർസ് ഹൈപ്പർ മാർക്കറ്റ് മസ്കറ്റിൽ ആരംഭിച്ചത് ഏത് ഇയറിലാണ്? അയ്യോ, മാർസ് ഹൈപ്പർ മാർക്കറ്റ് കാരണം ഞങ്ങൾ റൂവിലായിരുന്നു ആദ്യം, അപ്പോൾ ഉണ്ടായിരുന്നു അവിടെ. അത് മേ ബി സമർ അറൗണ്ട് 2000 ആണ്. എനിക്ക് അറിയില്ല, ജസ്റ്റ് ഒരു ഗസ്സാണ്. പറയാൻ പറ്റുമോ? എന്തായാലും ആൻസർ തെറ്റാണ്. അപ്പം താങ്ക് യു സോ മച്ച്. അപ്പം എന്തായാലും എപ്പിസോഡ് കാണാം. എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ഞാൻ ആൻസർ പറയും. ഓക്കെ. Mars Hypermarket Barka, Oman. അപ്പം നമുക്ക് വേറൊരു ഫാമിലി കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം മാർസിൻ്റെ വിശേഷങ്ങളും കൂട്ടത്തിൽ നമ്മുടെ ക്വസ്റ്റ്യനും. എന്താ പേരെന്താണ്? ജെയ്സൺ. ജാനറ്റ്. ഓക്കെ, നാട്ടിലെവിടെയാണ്? നാട്ടിലെ റാന്നിയില്ല. എന്താ പഠിക്കുകയാണോ അതോ പഠിക്കുക. ഏത് സ്കൂളിൽ? ദാർഷി സ്കൂളിൽ. ഇന്ത്യൻ സ്കൂൾ ദാർസൈറ്റ്. സർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഇവിടെ ഒരു ഫർണിഷിംഗ് കമ്പനിയിലാണ്. പിന്നെ മാർസിൽ തന്നെയാണോ എപ്പോഴും പർച്ചേസ് ചെയ്യാനൊക്കെ വരുന്നത്? മാർസിലാണ് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്നത്. ഇവിടെയാണോ ഇഷ്ടം? ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് സെക്ഷനാണ് മാർസിൻ്റെ? മാർസിലോ സ്റ്റേഷനറി ഐറ്റംസ് തന്നെയാണ്. ഓക്കെ, എപ്പോഴും അൽക്വയർ ബ്രാഞ്ചിൽ തന്നെയാണോ വരുന്നത് ഷോപ്പ് ചെയ്യാൻ? അൽക്വയർ ബ്രാഞ്ചിലാണ് വരുന്നത്, അടുത്ത താമസം. അടുത്ത താമസമായതുകൊണ്ട് ഇവിടെ തന്നെ വരുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: മാർസ് ഹൈപ്പർ മാർക്കറ്റ് ഒമാനിൽ ആരംഭിച്ചത് ഏത് വർഷമാണ്? 2010. ആൻസർ എന്തായാലും റോങ് ആണ്. അപ്പം ഈ എപ്പിസോഡ് എന്തായാലും കാണണം.
അതിൽ ഞാൻ ആൻസർ പറയും. ഓക്കെ, താങ്ക് യു സോ മച്ച്. Mars Hypermarket Barka, Oman. മാർസ് ഹൈപ്പർ മാർക്കറ്റ് ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം പ്യുവർ നാച്ചുറൽ വാട്ടറിൻ്റെ സപ്ലൈ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 6 ബോട്ടിൽസ് 1.5 ലിറ്ററിൻ്റെ ബോട്ടിൽസിന് നിങ്ങൾക്ക് പേ ചെയ്യേണ്ടി വരുന്നത് 600 പൈസ മാത്രമാണ്. അത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഇതാണ് നിങ്ങളെല്ലാവരും ഇവിടെ കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. Mars Hypermarket Barka, Oman. ഇന്ന് നമ്മൾ മാർസിൻ്റെ ഒരുപാട് വിശേഷങ്ങളൊക്കെ കണ്ടു. നമുക്കൊരു 3 ഫാമിലിയെ കിട്ടി. ക്വസ്റ്റ്യൻ ചോദിച്ചു, ആർക്ക് ആൻസർ ഒന്നും പറയാൻ പറ്റിയില്ല, ആൻസർ എല്ലാം റോങ് ആയിരുന്നെങ്കിലും എല്ലാവരും മാർസിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന 3 ഫാമിലിയാണ് കണ്ടത്. എല്ലാവർക്കും ഡിഫറെൻറ്റ്, നമ്മുടെ ഓഫേഴ്സ് എല്ലാം അവർക്ക് തണ്ടർ ഓഫറൊക്കെ കസ്റ്റമേഴ്സിന് തന്നെ അറിയാമെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. എന്തായാലും എൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. 2001 റുവിയിൽ ആദ്യമായി മാർസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഷോറൂം ആദ്യമായി ആരംഭിച്ചത്. അപ്പം ആർക്കും ആൻസർ ഒന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അറിയാത്തവർക്കും കൂടിയാണ് ആൻസർ. 2001 മാർസ് ആദ്യമായി റുവിയിൽ ആരംഭിച്ചത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. എനിക്ക് പോകാൻ സമയമായി. അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ Mars Hypermarket Barka, Oman.